ഈ ദിവസങ്ങളിൽ വിശേഷാൽ നമുക്കിവിടെ ഇങ്ങനെ കൂടി വരുവാൻ ഈ സമയത്ത് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഫെയ്ത്ത് അണ്ടു സാൽവേഷൻ, രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും, അങ്ങനെ അല്ലാതെയുള്ള വിശ്വാസവുമുണ്ട് എന്നുള്ള കാര്യവും ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് ആ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം പ്രധാനമായിട്ട് ഒരു ടെസ്റ്റാണ്. ജീവനുള്ള അല്ലെങ്കിൽ നിത്യജീവനുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ജീവൻ ഒരു വ്യക്തിയിലുണ്ടോ, ആത്മീയമാകുന്ന ജീവൻ അവനിലുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഭൗമികമാകുന്ന ജീവിതത്തിൽ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു 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 ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അവൻ്റെ വൈറ്റൽസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുഞ്ഞ് സത്യത്തിൽ ശരിയാകുന്ന ആ ഒരു ബർത്ത് അല്ലെങ്കിൽ മുൻപോട്ടുള്ള ജീവന് അടിസ്ഥാനമാകുന്ന ഒരു ജീവൻ അവരിലുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആത്മീയമാകുന്ന ജനനം. ആ ആത്മീയമാകുന്ന ജനനത്തെക്കുറിച്ചും ആ ജനനത്താൽ ബൈ ഡിഫോൾട്ട് ആ ജനനത്താൽ ഒരു വ്യക്തിയിൽ ഉള്ള, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ല, ഉള്ളതാകുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന ഒത്തിരി പേരെ കുറിച്ച് യോഹന്നാൻ ഈ ലേഖനത്തിൽ പറയുന്നു. യോഹന്നാൻ പറയുന്നത് അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മളോട് കൂടെ പാർക്കുമായിരുന്നു. അവർ പോയത് കൊണ്ടൊരു കാര്യം വ്യക്തമാണ്, അവർ നമുക്കുള്ളവരെ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമകളിൽ ഒന്ന്, വിതയ്ക്കുന്ന ഉപമകളെക്കുറിച്ച് പല ഇടത്ത് ഒരു ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടായില്ല. അതിലൊന്ന് പാറസ്ഥലത്ത് വീണ വിത്ത് വചനം കേട്ടപ്പോൾ സന്തോഷത്തോടെ അവരെ കൈക്കൊണ്ടു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വേരില്ലാഞ്ഞതുകൊണ്ട് നിലനിന്നില്ല. താൽക്കാലികമായി വിശ്വസിച്ചു എന്നെടുത്തെഴുതിയിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ടെമ്പററി ഫെയ്ത്ത്. മറ്റൊന്ന്, ദാസന്മാർ വിത്ത് വിതയ്ക്കാനായിട്ട് പോയി, വിത്ത് വിതച്ചു, അവരുറങ്ങി എഴുന്നേറ്റു, ഇങ്ങനെ കാലങ്ങൾ പോയി. പക്ഷെങ്കിൽ ശത്രു വന്നിട്ട് എന്തോ ചെയ്യുന്നറിയാം, കളയം വിതച്ചു. പല നിലകളിലുണ്ട്. കള വിതച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും വളരുകയാണ്. വളരുമ്പോൾ ഒന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഐ അസ്യൂം യു നോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ആ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു അസംഷനിലാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. അറിയാമല്ലോ ആ വേദഭാഗങ്ങളൊക്കെ. യജമാനന്റെ ശത്രു വന്ന് കള വിതച്ചപ്പോൾ ഈ രണ്ടും കൂടെ വളരുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ദാസന്മാർക്ക് മനസ്സിലായി ഇത് ശരിയായിട്ടുള്ള വിത്തല്ല. പിന്നെന്താ? എപ്പോഴാണെന്നറിയോ? കതിര് വന്നപ്പോഴാണ് മനസ്സിലായത്. ഉടനെ യജമാനന്റെ അടുക്കൽ ചെന്നിട്ട് ഈ ദാസന്മാർ ചോദിക്കുന്നത്, യജമാനെ ഇപ്പൊ അതിനെ അങ്ങ് പറിച്ച് കളയട്ടെ. യജമാന്റെ ഉത്തരം എന്താണെന്നറിയോ? രണ്ടും നിൽക്കട്ടെ, രണ്ടും നിന്നോട്ട്. ഇപ്പൊ അത് പറിച്ചാൽ മറ്റേതിന് ചിലപ്പോൾ കേടുവരും, അതുകൊണ്ട് അത് നിന്നോട്ടെ. പക്ഷെ there will come a day ഇത് വേർതിരിക്കുന്ന ഒരു ദിവസം. അപ്പൊ ഇതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉപമകളാണെന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ
പോകരുത്. അതൊക്കെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് എന്നാണ്. ട്രൂ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത് ആ കാര്യത്തെക്കുറിച്ചാണ്. 3 പ്രധാനപ്പെട്ട ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 1 ഫെയ്ത്ത്, 2 ലവ്, 3 ഒബീഡിയൻസ്. ഈ 3 കാര്യങ്ങളാണ് യോഹന്നാൻ ആവർത്തിച്ച് പറയുന്നത്. 1, 2, 3, 4 അധ്യായങ്ങളിൽ ഇത് ആവർത്തിച്ച് റിപ്പീറ്റേഷനാണ്. പ്രാധാന്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഒരു ഡബിൾ എംഫസിസോട് കൂടെയാണ് പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ആ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യതയാണ് ആവർത്തനത്താൽ നമ്മൾ കാണുന്നത്. എത്ര പ്രാധാന്യമുള്ളതാണ് ഈ വിഷയം ഉള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ വായിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വിശ്വാസത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കണ്ടു. വിശ്വാസം എന്നത് ഫർദറായിട്ട് അനേക കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം ആ വേദഭാഗത്ത് നമ്മൾ ഒതുങ്ങി നിന്നിട്ട് അല്പം ചില കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുന്നു യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവൻ. He has an ongoing progressive trust and faith in the Lord Jesus എന്ന് നമ്മൾ കാണുന്നു. 2 ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അന്യോന്യമുള്ള സ്നേഹം. അടുത്തതായിട്ട് അതിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിക്കാം. 4-5 വാക്യങ്ങളിൽ ഇതാണ്: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയവും നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പോൾ വിശ്വസിക്കുന്നവൻ ഓൺഗോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം ഓരോ വാക്കെടുത്ത് നമുക്ക് എക്സ്പോസ് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് അവിടുത്തെ ആ പ്രധാനപ്പെട്ട ചിന്ത നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പോൾ യോഹന്നാൻ ഒരു ന്യൂ ബർത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പുതിയ ജനനം, ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു ജനനം. എന്നിട്ട് പറയുക, അതിൽ 1 വളരെ ഒബ്സർവബിളായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ വിശ്വാസം എന്നുള്ളത് നമുക്ക് തന്നേക്കുന്നത് പോപ്പുലറായിട്ട് നമ്മൾ കേൾക്കുന്നത് പോലെ വിശ്വാസത്താൽ ഞാൻ അത് നേടി, ഇത് നേടി, എന്നോ വിശ്വാസമല്ലേ അല്ലേ, ഭയങ്കര വിശ്വാസമാണ്. ചിലരൊക്കെ ഒരു കാലത്ത് പറഞ്ഞു, ഇപ്പൊ ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലൊക്കെ ഇടാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ അധികം പറയുന്നില്ല. എന്നാൽ ഒരു കാലം വരെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വാസം ഇങ്ങനെ കാണണം, ചിന്തിക്കണം, ഗർഭം ധരിക്കണം, പിന്നെ ആ വിശ്വാസത്തിന് ബർത്ത് ചെയ്യണം. അതാരും ആകട്ടെ, I don't care who said that, I don't care that. പക്ഷേ Bible doesn't agree with that. Whatever he said, it doesn't agree with me. That's what I say. വേദപുസ്തകം സമ്മതിക്കുന്നില്ല. കാരണം നേരെ മറിച്ച് ഈ ഗർഭം ധരിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഗർഭം ധരിക്കുന്നത് എന്താണെന്ന് കാണണമെങ്കിൽ യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുത്തേ, പെട്ടെന്ന് എടുത്തേ. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 14-15 വായിച്ചു. പെട്ടെന്ന്
ആകർഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാണ്. ഇതെല്ലാം clearly it is against what the Bible says. It is diametrically opposed to what the word says. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോരുത്തരും സ്വന്തം മോഹങ്ങളാൽ വശീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മോഹമാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസമല്ല ഗർഭം ധരിക്കുന്നത്. പിന്നെന്തുവാ? എന്തോ ക്ലിയർ അല്ലേ? എന്നിട്ട് തന്നെ ഇതൊന്നും നമ്മൾ കാണാൻ വിശ്വാസത്തിന്റെ 4th ഡിമെൻഷനിലേക്കും ഈവൻ 5th ഡിമെൻഷനിലേക്കും ഒക്കെ പോകാറുണ്ടല്ലോ. Why didn't we see it? മോഹൻ ഗർഭം ധരിച്ച നമ്മളുടെ ഇതൊക്കെ ഇന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ നിർത്തടാന്ന് പറയുന്നില്ല. 10 വർഷം മുമ്പ് ഞാൻ പറയുന്നത് നിർത്തടാ അവിടെ ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞേ. കാരണം അത്ര രൂഢമൂലമായിരുന്നു ആ കൾട്ട് നമ്മളുടെ ഇടയിൽ. ആ കൾട്ട് എന്നാ പറയുന്നറിയോ? ദൈവദൂഷണം പറയുന്നതൊക്കെ പറഞ്ഞു പറയും. വചനവിരുദ്ധമായതൊക്കെ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എന്റെ ചിന്ത മോഹം കണ്ട മനസ്സിലാകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഇവിടെ ശ്രദ്ധിക്കണം, മോഹൻ ഗർഭം ധരിച്ച. അപ്പൊ ഗർഭം ധരിക്കുന്നതൊന്നും വിശ്വാസമല്ല. പിന്നെന്താ? മോഹത്താൽ വശീകരിക്കപ്പെട്ടിട്ട് ഗർഭം ധരിക്കുക. പിന്നെ അതെന്താ സംഭവിക്കുന്നേ? പാപം. ശ്രദ്ധിച്ചേ, പാപം ഒഴുത്തിട്ട് വേറെ പുസ്തകത്തിലുള്ള കാര്യം അത് പറയാൻ എന്തിനാ ഇത്ര പേടിക്കുന്നേ? ആരെയാ പേടിക്കുന്നേ? പുസ്തകത്തിലുള്ള പറയാൻ ഒന്നും പേടിക്കണ്ട. പറഞ്ഞു മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ എന്നിട്ട് അടുത്ത സ്റ്റെപ്പില്ല, പാപം ഒഴുത്തിട്ട് മരണത്തെ. അപ്പോൾ വിശ്വാസത്താൽ ഇവിടെ ഗർഭം ധരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇവിടെ അച്ചീവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ലോകത്തെ ജയിക്കുന്ന വിശ്വാസം. ശ്രദ്ധിച്ചേ, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചത് ഒക്കെയും എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ ലോകം എന്നൊക്കെ പറയുന്ന ചിന്ത തന്നെ അത് ഞാൻ വിശദീകരിക്കാം. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോട്ടെ. അത് ഈ ജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു കോൺഫ്ലിക്റ്റിൽ, ഒരു യുദ്ധത്തിൽ ാണ് ജയവും പരാജയം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ജയവും പരാജയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചതൊക്കെ, അവിടെ ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ ഒരു ന്യൂട്രൽ ജെൻഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. ജനിച്ചവനൊന്നും അല്ല പറഞ്ഞേക്കുന്നത്, ജനിച്ചതൊക്കെ എന്ന് പറഞ്ഞത്. ദ ന്യൂ നേച്ചർ, ദൈവത്തിങ്കിൽ നിന്നുള്ള ആ ജനനം, ആ ന്യൂ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായെങ്കിൽ ആ ദിവ്യ സ്വഭാവം എനിക്ക് പറ്റത്തില്ല. കാരണം ദൈവത്തിങ്കിൽ നിന്ന് there is a new birth in me. എന്ത് ചെയ്യുക? ആ ന്യൂ ബർത്ത് എന്നെ സമ്മതിക്കുകയില്ല നോക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് പറ്റുമെന്നുള്ളത് കൊണ്ടല്ല, അതല്ല കാരണം. ബിക്കോസ് ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചതൊക്കെയും എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാകുന്നൊരു വിഷയം, നമ്മുടെ ആ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ അവന്റെ ജീവിതത്തിന്റെ ആകെ തുകയെടുത്താൽ
ഹിയർ ആൻഡ് ദെയർ അവനിൽ പരാജയമില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ ആ മൊത്തം ടോട്ടൽ ഡയറക്ഷൻ ഓഫ് ലൈഫ് അതെടുത്താൽ ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ഓവർകമ്മിങ് ദ വേൾഡ്. വീണ്ടും ജനിച്ചത് ലോകത്തെ ജയിക്കും. ലോകത്തിന്റെ പാഷൻസും ലോകത്തിൻ്റെതാകുന്ന ഐഡിയാസും അല്ല വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ നയിക്കുന്നത്. അവന്റെ ചിന്ത അപ്പുറമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയർ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചപ്പെട്ടു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ആകയാൽ ഇഫ് എന്ന് പറയുമ്പോൾ സോ യു ആർ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കളെങ്കിലോ, ഇഫ് യു ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, സോ യു ആർ എന്നപ്പോൾ പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇഫ് യു ആർ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്, അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന, അത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ അവന്റെ ലൈഫ്, അവന്റെ ജീവിതം മുഴുവൻ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് ആ വാല്യൂ സിസ്റ്റത്തിലാണ്. ആ ഒരു വാല്യൂ സിസ്റ്റമാണ് ഉയരത്തിൽ, അല്ലേ? അതുകൊണ്ട് അന്ന് വായിച്ചു താഴോട്ട് നമ്മുടെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതെന്തല്ല എന്താണ് എന്നൊക്കെയുള്ളത് വിശദീകരിക്കാൻ പോയാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും അവിടെ മനസ്സിലാക്കാം, ഉയരത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അടുത്തത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. ഈ വീണ്ടും ജനനത്തെ ഒരു മരണമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഓൾഡ് വാട്ട് വി വർ ഇൻ ആഡം, നമ്മൾ ആദാമിൽ എന്തായിരുന്നോ നോക്കണം, ക്രിസ്തുവിൽ ഒരു കാര്യം സംഭവിച്ചു. അത് തന്നെയാ ദൈവമക്കളിൽ സംഭവിക്കുന്നു. ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു എന്നാണ് എഴുതിയത്. എന്ന് പറഞ്ഞാൽ പാപസംബന്ധമായിട്ട് എന്ന് പറയുമ്പോൾ പാപത്തിന്റെ പരിഹാരമായിട്ടെന്നുള്ള അർത്ഥത്തിന് the cross has finished the life of Christ in one sense. ഒരർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു ഈ ഭൂമിയിലുള്ള. പക്ഷെ എന്ത് ചെയ്തു? ക്രിസ്തു എന്ത് ചെയ്തു? നമ്മൾ ക്രിസ്തുവിനാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്രൂ ബോർൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മരണവും പുനരുത്ഥാനവും കൂടെ സംഭവിക്കുന്നതാണ് ബോർൺ അഗെയിൻ എക്സ്പീരിയൻസ്. If cross has not done its work in us, we are not saved. Cross ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യും. Of course, അതിന്റെ ആ ഫലങ്ങളും അതിന്റെ പ്രോഗ്രസ്സും ഒക്കെ പിന്നീട് നമ്മൾ അനുഭവിക്കുന്നതും ഒരു പക്ഷേ തിരിച്ചറിയുന്നത് തന്നെ പിന്നീടായിരിക്കും. പക്ഷെങ്കിൽ if cross has not done its work in a person, he is not born again.
ക്രിസ്തുവിനോടുകൂടെ നാമും എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ മരിച്ചെന്നാണ് പറയുന്നത്. ഇനി ആ വേദഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ആണെന്ന് എൻ്റെ ഓർമ്മ. വായിച്ചു. അപ്പൊ 14 ചേർത്ത് വായിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. നോക്കിയാ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ എന്ത് ചെയ്തു? മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. ജീവിക്കുന്നവർ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി ജീവിക്കുക. അപ്പൊ ക്രിസ്തുവിനോടുകൂടി ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ചിന്തിപ്പീൻ. ശ്രദ്ധിച്ച്. അപ്പോൾ ഇത് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അതാണ് വീണ്ടും ജനനം. ക്രിസ്തുവിന്റെ ക്രൂശനിൽ ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാര്യം എന്നെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഫെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയവും കർത്താവിനുള്ള വിശ്വാസത്താലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടുന്ന കാര്യത്തെ കുറിച്ചല്ല പുസ്തകം പറയുന്നത്. ഇവിടെ ഒന്നും കിട്ടുകയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നുമല്ല എൻ്റെ വിഷയം. നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച കർത്താവ് അതിന് വേണ്ട എത്രത്തോളം ജീവിതം ഇവിടെ ആവശ്യമുണ്ടോ അതിന് വേണ്ട തരുമെന്നൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല ഞാൻ. അത് തെറ്റാണെന്നും പറയുന്നയാളല്ല ഞാൻ. പക്ഷേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ, വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ, ഇത് ഈ ലോകത്തിൽ കുറെ നാള് സസുഖം വാഴാൻ വേണ്ടി നമുക്ക് വീണ്ടും ജനിക്കുമ്പോൾ കൂടെ തരുന്ന കുറെ പരിപാടിയല്ല വിശ്വാസം എന്നൊക്കെ പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഓവർകം ചെയ്യാനായിട്ട് ദൈവം എനിക്ക് തന്നേക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആണല്ലേ? അപ്പോ ലോകത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചത് ആ നേച്ചർ, ബിക്കോസ് ആ നേച്ചർ എന്നിൽ വന്നതുകൊണ്ട് നാം ജയിക്കും ഈ ലോകം. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിശ്ചയമായിട്ടും ഇതൊരു ഓൺഗോയിങ് ബാറ്റിലാണ്. ഈ ഓൺഗോയിങ് ബാറ്റിൽ the main thrust of our life is overcoming the world. That shows we are born from above. Main thrust. ഞാൻ ഇൻഡിവിജ്വൽ കാര്യങ്ങളല്ല പറയുന്നത്, അത് ഹിയർ ആൻഡ് ദർ സംഭവിക്കാം. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താ വിഷയം? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഇപ്പം നമുക്കല്ല ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാകും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ കെയർഫുള്ളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയുള്ളിടത്തോളം ഹാൻഡിൽസ് ഒന്നും ടച്ച് ചെയ്യത്തില്ല. വെരി കോൺഷ്യസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കണം. അത് ഞാനും പറയാം. ലിഫ്റ്റൊക്കെ ഞാൻ
അത് പ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? എൻ്റെ ചാവിയുടെ അറ്റം കൊണ്ടാ. ചാവിയുടെ ആ ടിപ്പ്, അത് ചെറിയൊരു ടിപ്പല്ലേ, അത് കുറച്ചൊരു, അതായത് റീസണിങ്. പിന്നെ ഞാൻ ആ ചാവിയുടെ അറ്റം തൊടുകയില്ല. പിന്നെ ഇതുണ്ടോ, പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം. ഇത് ഭയങ്കര കെയർഫുള്ളാണ്. ഈ ഇൻഫെക്ഷൻ പറ്റാതിരിക്കാൻ ഭയങ്കര കെയർഫുൾ അല്ലേ? ഇതിനേക്കാളും വലിയൊരു ഇൻഫെക്ഷനാണ് നമുക്ക്. അതിനെക്കുറിച്ച് എത്ര കെയർഫുൾ ആണ്? ആണോ? ഈ വൈറസ് എങ്ങനെയായാലും നമ്മളെ പിടിക്കാതിരിക്കാൻ നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ്. പക്ഷേ ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് എത്ര കെയർഫുള്ളാണ്? അതാ ചോദ്യം. ആ ഒരു കാര്യം. അപ്പൊ നമ്മൾ ലോകം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലോകമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സത്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലനാണ് ലോകം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നയാൾ. ഏറ്റവും കൂടുതൽ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത് യോഹന്നാൻ. ദൈവത്തിൽ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ ഉപയോഗിച്ചതെല്ലാം കൂടെ ചേർത്താലും അതിനേക്കാൾ ഉപരി യോഹന്നാന്റെ ലേഖനങ്ങളിലും സുവിശേഷത്തിലും ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒത്തിരി അർത്ഥങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ അർത്ഥവ്യത്യാസം നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഗ്രീക്ക് ഒന്നും അറിയത്തില്ലേ പോലും ഈ ലോകമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദങ്ങളുടെ പല ഗ്രീക്ക് പദങ്ങളുണ്ട്. അതിൻ്റെ ഡിറൈവേറ്റീവ്സ്, അതിൽ നിന്ന് വ്യത്യാസം വരുന്ന പല പദങ്ങളുണ്ട്. പക്ഷേ അതൊന്നും അറിയത്തില്ലേ പോലും യോഹന്നാൻ ലോകമെന്ന് ഉപയോഗിച്ചേക്കുന്നത് ഏതൊക്കെ നിലയിലാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല, അവനിലില്ല. പിന്നെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഈ ലോകം എന്ന് യോഹന്നാൻ പറയുന്നത് എന്താണ്? ലോകമെന്ന് യോഹന്നാൻ പല പ്രാവശ്യം തന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ക്രിയേറ്റഡ് യൂണിവേഴ്സിനെ കുറിച്ച് ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില വാക്യങ്ങൾ വായിച്ചോളൂ. ഈ ലേഖനം തന്നെ അതിന്റെ 3:17 ഒന്ന് വായിച്ചേ. 3:17. എന്നാൽ ഈ ലോകത്തിന്റെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും നോക്കെ. അപ്പൊ ഈ ലോകത്തിന്റെ ലോകം എന്ന വാക്കാ നിലയിൽ ടാൻജിബിൾ ആയിട്ടുള്ള വസ്തുവകകളെ ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4:17 ഒന്ന് വായിച്ചേ. 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. നോക്കുക, ഈ ലോകത്തിൽ ഈ നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഈ എർത്തിനെ കുറിച്ചാണ് യോഹന്നാനോട് പറയുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 1:10 വായിച്ചേ. അവിടെയും അത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകം അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് സൃഷ്ടിക്കുന്നവനാ, ഹി ഈസ് ദ ക്രിയേറ്റർ എന്നുള്ള. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആരാ സൃഷ്ടിച്ചത്? ആ അർത്ഥത്തിൽ. 2, ലോകത്തിലുള്ള
മനുഷ്യരെ കുറിച്ച് ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ അവനെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തക്കവണ്ണം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്ന് പറഞ്ഞപ്പം നമ്മളെ മനുഷ്യരെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 2:2 ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ ലോകത്തിൻ്റെയും എന്ന് പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. പീപ്പിൾ. ലോകമെന്ന് ഈ വസ്തുവകെ അല്ലെങ്കിൽ ഈ ടാൻജിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ എർത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ലോകത്തിലുള്ള മനുഷ്യരെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൂന്നാമതൊരർത്ഥത്തിൽ വേറെ അർത്ഥതലങ്ങൾ അതിനുണ്ട്. എന്നാൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് വേർതിരിവാണ് ഞാൻ പറയുന്നത്. മൂന്നാമത് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഈ ലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളോട് വായിച്ചു. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു വരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ഇനി മതിയോ? ഇനി അതിന്റെ 5:19 അത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16:11 ഒന്ന് വായിച്ചേ. 16:15 നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 അർത്ഥങ്ങളിലാണ് പ്രധാനമായിട്ടും യോഹന്നാൻ അപ്പോസ്തലൻ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 ക്രിയേറ്റഡ് തിങ്സ്, 2 മനുഷ്യർ, 3 പറഞ്ഞിരിക്കുന്നത് ആ ഈവിൾ വേൾഡ് സിസ്റ്റം, ദുഷ്ടത നിറഞ്ഞ ലോക വ്യവസ്ഥിതി. ആ ലോക വ്യവസ്ഥിതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഘടകം പിശാച്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. എനിക്ക് അവനോട് അവനോട് ഒരു കാര്യമില്ല. ഈ ലോകത്തിന്റെ പ്രഭു ആ പ്രഭുവിന്റെ കീഴിലായിരുന്നു നമ്മൾ. മനസ്സിലാക്കണം. ആ പ്രഭുവിന്റെ കീഴിലായിരുന്നു ഒരു കാലത്ത് നമ്മൾ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ആ കാര്യം നമ്മൾ വായിക്കുന്നു. ഒന്ന് വായിച്ചു പെട്ടെന്ന്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അധിപതിയായവനെയും അനുസരിച്ച് നമ്മൾ നടന്നിരുന്ന ഒരു കാലമാണ് എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലുള്ള കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്.
നമ്മുടെ ആ ഹോൾ ലൈഫ് അതിന് കീഴിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ലവരില്ലെന്നോ നല്ല ആൾക്കാരില്ലെന്നോ ഇതൊന്നും തന്നെ ഞാൻ അർത്ഥമാക്കുന്നത്. പക്ഷെങ്കിൽ വീണ്ടും ജനിക്കാത്ത ഒരു ജീവിതം അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? അവിടുന്ന് എന്തോ ചെയ്തു? അവിടുന്ന് നമ്മളെ ഉയർപ്പിച്ചു. രചനയാണ് പഠിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസിൻ്റെ ആ 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ വിളിയാനുള്ള ആശ വിശുദ്ധന്മാരിൽ, പിന്നെ നമ്മുടെ അവകാശത്തിൻ്റെ മഹിമാധനം, പിന്നെ വിശുദ്ധന്മാർ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇപ്പോൾ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഇതൊക്കെ നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാം, ആ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്താണ്? ആ അളവറ്റ ശക്തിയുടെ വലിപ്പം അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എന്നിട്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അത് മാത്രമല്ല, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും എവിടെ കൊണ്ടുവന്നു? അവന്റെ കാൽക്കീഴെ കൊണ്ടുവന്നു. 2 കാര്യങ്ങൾ നടന്നു. റിസറക്ഷൻ ഫ്രം ഡെത്ത് ആൻഡ് വിക്ടറി ഓവർ ദ ഈവിൾ. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പറയുന്നത്. അപ്പൊ ദൈവശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പം മനുഷ്യരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. മാത്രമല്ല, എല്ലാറ്റിനെയും എവിടെ കൊണ്ടുവന്നു? കാൽക്കീഴെ കൊണ്ടുവന്നു. അത് പറഞ്ഞ 2-ാം അധ്യായം പറയുന്നത്, അതിക്രമങ്ങളിലും പാപങ്ങളിലും ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ആരെ ഉയർപ്പിച്ചു? നമ്മളെ ഉയർപ്പിച്ചെന്ന് മാത്രമല്ല, ഈ ഈവിളിന്റെ കീഴിലാണ് നമ്മൾ. ഇപ്പൊ എവിടെ കൊണ്ടുവന്നു? ക്രിസ്തു മുകളിൽ ഇരിക്കുക അല്ലേ? സകലം അവിടുത്തെ കാൽക്കീഴെ ആക്കി. എന്നിട്ട് പോള് പറയുന്നത് എന്നറിയാമോ? അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ അങ്ങനെ കാണിക്കേണ്ടതിന് ഇപ്പം എന്ത് ചെയ്തു? നിങ്ങളെയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തി? സ്വർഗത്തിലിരുത്തി. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തീയ ജീവിതം ഇതാണ്. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിന്റെ കാൽക്കീഴിൽ എല്ലാം കൊണ്ടുവന്നു. എന്നെ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തിരിക്കുക. ഞാൻ നേരത്തെ ഈ അധികാരത്തിനും ഈ മോഹങ്ങൾക്കും ഈ താല്പര്യങ്ങളുമായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അത് മാറി, അത് മുറിഞ്ഞു. ഒരു ഡിസൈസീവ് എൻഡ് അതിനുണ്ടായി. ഇപ്പൊ എവിടെയായി? ക്രിസ്തുവിൽ. ഇതാ ക്രിസ്തീയ ജീവിതം. അല്ല, നമ്മൾ കേൾക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു പരിപാടിയാണിത്. അല്ല, അതിനുവേണ്ടിയിട്ടല്ല ക്രിസ്തു മരിച്ചത്. അതിനുവേണ്ടി ക്രിസ്തുവിനെ മരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളത് മനസ്സിലാക്കണം. ഈ അബദ്ധങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആ ഹീലിംഗ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ കർത്താവ് ചെയ്തു, അപ്പോസ്തലന്മാർ ചെയ്തു. എല്ലാം മറ്റൊരു കാര്യത്തിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക. എന്താണെന്നറിയാമോ? ഹീലിംഗ് എനിക്ക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ശരീരം രോഗാതുരമായതുകൊണ്ട് അല്ലേ? അതെന്താ കാണിക്കുന്നത്? ഡികെ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ COVID-19 അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന അടുത്ത വൈറസ് എന്തോ ആകട്ടെ, എപ്പോഴായാലും ഇതിങ്ങനെ ഡീക്കേയിങ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ
ജീവൻ പോകുന്ന ആ നിമിഷം പെട്ടെന്ന് എന്നാ അതിനൊരു വേർഡുണ്ട്, റിഗർ മോർട്ടിസോ സംതിങ് അല്ലേ, അതങ്ങ് ആരംഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് വന്നപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? രോഗസൗഖ്യമൊക്കെ കൊടുത്തു. എന്നിട്ട് രോഗസൗഖ്യത്തെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞേച്ച് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടെന്നർത്ഥം. എന്താണ് ആ ദൈവരാജ്യത്തിൻ്റെ സവിശേഷത? ആ ദൈവരാജ്യത്തിന്റെ റിയലൈസേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇന്ന് രോഗത്തിനും മരണത്തിനും പുഴു തിന്നാനും വെച്ചിരിക്കുന്ന ഈ ദേഹം ഇതെന്നോ സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മാത്രമല്ല, നിങ്ങളുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടും. അപ്പൊ വൺസ് ഇൻ എ വൈൽ ദൈവം ഒരു ഹീലിംഗ് തരുമ്പോ അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. യെസ്, ഐ ഡു ബിലീവ് ഇൻ ഡിവൈൻ ഹീലിംഗ്. വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അത് തരുമോ ഓർത്താണോ? എന്താണെന്നറിയാമോ? അതെനിക്ക് കിട്ടിയെന്ന് കണ്ട് ഞാനിവിടെ ജീവിച്ചിരിക്കാനൊന്നും പോവല്ല, പിന്നെ ഞാൻ മരിക്കും. പക്ഷെങ്കിൽ ഒരു ദിവസം വരും, എൻ്റെ ആത്മാവിനെ മാത്രമല്ല, ലോകത്തിനൊരു മോൾഡുണ്ട്. ആ മോൾഡിലേക്ക് എന്നെ ഇടാതെ എന്ത് ചെയ്യണം? Let God remold my life. ദൈവം എൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യട്ടെ? റീമോൾഡ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാ ഒരു ക്രിസ്തു ഭക്തൻ ആഗ്രഹിക്കേണ്ടത് ഇതാ. ആ ലോകത്തിൻ്റെതാകുന്ന കാര്യങ്ങളെ ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുക. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം സത്യത്തിൽ എന്താണ് നമ്മെ കൂടുതൽ ദുഃഖിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. നമ്മളെന്താ ഏറ്റവും അധികമായിട്ട് അന്വേഷിക്കുന്നതെന്താ? നമ്മുടെ കോൺഫിഡൻസ് എവിടെയാണ്? നമ്മുടെ കോൺഫിഡൻസ് നമുക്കുള്ള റിസോഴ്സസ് ആണോ, അതോ എൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കർത്താവിനാണ്? അതാണ്. മാത്രമല്ല, എനിക്കുണ്ടാകുന്ന ഒരു ഈ ലോകപരമാകുന്ന കാര്യത്തിൽ എനിക്കുണ്ടാകുന്ന ഒരു ലോസ് ആണോ എനിക്ക് നമ്പർ 1 എന്നെ കൂടുതൽ മുറിപ്പെടുത്തുന്നത്, അതോ കർത്താവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മയ്ക്ക് എവിടെയെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതാണോ എനിക്ക് കൂടുതൽ സങ്കടം തരുന്നത്? പ്രിയപ്പെട്ടവരെ, 1,00,000 രൂപ നഷ്ടമാകുന്നതിനേക്കാളും നമ്മുടെ മനസ്സിനെ അലട്ടേണ്ടത് കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിന് തകർച്ച വന്നെങ്കിൽ അതായിരിക്കണം ഒരു ക്രിസ്തു ഭക്തനെ കണ്ണുനീരിലേക്ക് നയിക്കേണ്ടത്. അല്ലാതെ മറ്റെന്തെങ്കിലും നഷ്ടം പറ്റിയ ഉടനെ അത് വലിയ വിഷയമാക്കിയിട്ട് അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിച്ചോ എല്ലാം എപ്പോഴും നല്ലത് തന്നെ. പക്ഷെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് കർത്താവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ ബന്ധത്തിന് തടസ്സം വരുമ്പോൾ കണ്ണുനീരോടെ മുട്ടുമേൽ വീഴാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഏതാ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത്? കർത്താവിൻ്റെ ആ നാമം നമ്മിലൂടെ മഹിമപ്പെടുന്നതും കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സന്തോഷമാണോ, അതോ നമ്മുടെ ലക്ഷറീസ് ഒക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്? ഏതാ വലുത്? ഏത് സന്തോഷമാണ് വലുത്?
അത് ചോദ്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതോ, ഏറ്റവും കൂടുതൽ നമ്മൾ ആകുലരാകുന്നതിനെ കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണോ? അതാണോ നമ്മളെ ആകുലപ്പെടുത്തുന്നത്? അതാകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നോ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ എങ്ങോട്ട് കൊടുക്കണം? അങ്ങോട്ട് അറിയിച്ചേച്ചാൽ മതി. അപ്പൊ അടുത്തൊരു കാര്യം അവിടെ സംഭവിക്കാനറിയാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴും. പ്രിയപ്പെട്ടവരെ, കൊറോണ വൈറസ് സൂക്ഷ്മത എടുക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, അകാരണമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളങ്ങ് ഭയപ്പെട്ട് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, അതെല്ലാം വേണം. പക്ഷേ പാനിക്കാവേണ്ട കാര്യമില്ല. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ കർത്താവ് അനുവദിക്കുന്ന സമയത്ത് എപ്പോഴാലും ഇവിടുന്ന് പോയേ പറ്റൂ. മോർട്ടാലിറ്റി എന്നുള്ളത് ഒരു സത്യമാണ്. അതേത് സമയം വരെ ഞാൻ വയസ്സ് ഓർക്കുന്നുണ്ട്. ഈ പ്യൂരിറ്റൻസിൻ്റെ ഒക്കെ അവരുടെ പ്രസംഗങ്ങൾ അവർ പറയുന്നൊരു കാര്യം, അതായത് ഈ ലോകത്തിൽ കുറച്ച് നാൾ സസുഖം ജീവിക്കാനല്ല, സത്യത്തിൽ ഇവിടെ ഈ നന്നായിട്ട് മരിക്കാനായിട്ട് ദൈവമക്കളെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യങ്ങൾ. അതുകൊണ്ടല്ലേ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എത്രത്തോളം കർത്താവ് അതിനായി നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധാനത്തിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഇവിടെ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്തായിരിക്കണമെന്നറിയാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ പിതാവാകുന്ന ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് ആദ്യം പറഞ്ഞത് എപ്പോഴാണെന്നറിയാം? കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത്. അതെപ്പോഴാണ്? അതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതുവരെ ഒരനുഭവം ചെയ്തിട്ടില്ല, അതുവരെ കർത്താവ് സുവിശേഷ പ്രസംഗങ്ങൾ അവിടെ നടത്തിയതായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നേരെ മറിച്ച് തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നെന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല, ഇവൻ തച്ചനല്ലയോ എന്ന് കർത്താവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തച്ചൻ എന്ന് പറയുമ്പോൾ കേവലം തടിപ്പണിക്കാരൻ എന്നുള്ള അർത്ഥമല്ല, ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്ന ആ മീനിങ് ആണ് ഒറിജിനൽ ഭാഷയിലുള്ളത്. ആചാര്യൻ എന്നുള്ള വാക്കല്ല. തച്ചൻ എന്ന് പറയുമ്പോൾ ഒരു വീട് പണിയുന്നവൻ. അങ്ങനെയെങ്കിൽ കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തായിരുന്നു? ഒന്ന് പിക്ചർ ചെയ്തേ. ഏകദേശം 30 വർഷങ്ങൾ, കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഏകദേശം 30 വർഷമായെന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ ആ ഏകദേശം 30 വർഷങ്ങൾ അറിയപ്പെടാതെ, ആരും അറിയാതെ, ഒരു ഒബ്സ്ക്യൂറായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് പണിയിലേർപ്പെട്ട് ജീവിക്കുമ്പോൾ ആ ജീവിതത്തെ മുഴുവൻ സ്വർഗം കാണുന്നതന്നെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദ ഹോൾ ലൈഫ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? നമ്മളാരും ഇവിടെ വന്നു നിന്ന് പ്രസംഗിക്കുന്നവർ മാത്രമൊന്നുമല്ല വലിയ ആൾക്കാർ. ചിലപ്പം ഇവിടെ വന്നത് പ്രസംഗിക്കുന്നവരുടെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. വി ഡോണ്ട് നോ വാട്ട്. ഇൻഫാക്ട് സത്യത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്ത് ഡേ ടു ഡേ ലൈഫിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കർത്താവ് ഇത് പ്രസാദിക്കുമെന്നുള്ളതായിരിക്കും. അത് വെച്ച് വേണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും അളക്കുവാൻ, ജീവിതത്തിലെ സകല കാര്യങ്ങളെയും. അപ്പോഴാണ് നമുക്ക് നേരല്ലാത്ത വഴിയിൽ ഒരു ആദായം ഉണ്ടാകുമ്പോൾ ആദ്യം ചോദിക്കേണ്ടതെന്നറിയാം, എൻ്റെ കർത്താവിന് പ്രസാദിക്കും. ഇന്ന് പലരും ചിന്തിക്കുന്നതെന്നറിയാം, ബീഹാറിൽ മെഷീന് കൊടുത്തേക്കാം, പിന്നെ കുഴപ്പമില്ല. ബീഹാറിലെ മെഷീനൊന്നും കർത്താവിന് നമ്മുടെ ഈ പൈസ കൊണ്ടൊന്നുമല്ല. ബീഹാറിലെ മെഷീൻ നടക്കുന്നതോ ഒറീസയിലെ മെഷീൻ നടക്കുന്നത്, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കില്ലേ എന്നാൽ നാളെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഇത് കൊണ്ടാണോ? നമ്മളില്ലെങ്കിലും കർത്താവിൻ്റെ കോസ് കർത്താവ് ചെയ്യും. പിന്നെ നമുക്കാ നഷ്ടമെന്നേ ഉള്ളൂ. നമുക്ക് അതിനകത്തൊരു പാർട്ടാകാനൊരു അവസരം വീണ് കിട്ടിയപ്പോൾ അതിൻ്റെ ഭാഗമാകുക വേണ്ടത്. അത് നമുക്ക് വലിയ അഭിമാനിക്കാനുള്ള കാര്യമൊന്നുമല്ല. കാരണം 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവർ ഞങ്ങളോട് അപേക്ഷിച്ചെന്ന ഇത് കൊണ്ടുപോകാൻ. പൗലോസ് അങ്ങനെ പറയുന്നത്, ആ ഒരു താല്പര്യത്തോടെ. അതാണ് മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടതയെന്ന കഠിന ശോധനയും ആയിരുന്നിട്ടും അവരുടെ മഹാദാരിദ്ര്യവും സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഞങ്ങളോട് അവരപേക്ഷിച്ചു, ഇത് കൊണ്ടുപോണേ, പ്ലീസ് ടേക്ക് ഇറ്റ്. അതോ ചിന്തിക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ടാകാൻ കിട്ടുന്നത് വലിയ ഭാഗ്യമായിട്ട് കരുതി. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ഒരു ജീവിതം നയിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് പ്രാർത്ഥിച്ചോ.